അറ്റ് ലാസ്റ്റ് കമ്പനിയിലും ക്വാർട്ടേഴ്സിലും പോയി. പയ്യൻ പറഞ്ഞു നാട്ടിൽ പോയെന്ന്. ഇതാണ് രാജൻ. രാജ, ഇതാണ് സിന്ധു. പേടിക്കണ്ട, അവിഹിതമായി യാതൊന്നുമില്ല. സിന്ധു ഇപ്പോൾ ഇന്നലെ കാലത്ത് രജിസ്റ്റർ ഭഗവാന്റെ മുമ്പിലെ 10 മണിക്കുള്ള ശുഭമുഹൂർത്തം തൊട്ട് മിസസ് സിന്ധു അനിൽകുമാർ. പേര് ശൈലനല്ലേ? വരൂ. വലിയൊരു വീരസാഹസം കാണി ഞാൻ കൈനാടാദ്യം. വരൂ. ഞങ്ങളുടെ പ്രോബ്ലംസ് തനിക്കറിയാമല്ലോ. ഞങ്ങൾ സ്ഥലം വിടുന്നു. പാലക്കാട് നിന്ന് ബോംബെക്ക് ട്രെയിൻ. അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, തന്നെ പോലെ ചില ക്ലോസ് ഫ്രണ്ട്സ്. അവിടെ എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യണം. അച്ഛനും വീട്ടുകാരും ഒക്കെ ഇമ്പാല ശങ്കരപ്പിള്ളയുടെ ഗുണ്ടകൾ മാരകായുധങ്ങളുമായി ചുമ്മാ അതിന് ഉശിരുള്ളവരാരുമില്ല. ഇപ്പൊ വേട്ടക്കിറങ്ങിയിട്ടുണ്ടാവും. അതാണ് എറണാകുളത്തിന് പകരം പാലക്കാടിന് ട്രെയിൻ കയറുന്നത്. വിത്ത് യുവർ പെർമിഷൻ മാഡം. പ്രൊഫസർ മേനോൻ, താൻ കുട്ടിക്കാലത്തൊപ്പം പഠിച്ച വർഗീസ്, 3 ആളോടെ യാത്ര പറഞ്ഞ് സ്ഥലം വിടാന്ന് വിചാരിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് വേണ്ടി വന്നു. ഇവക്ക് വേറൊരു അത്യാവത്ത് തലേ വീഴാൻ നിൽക്കുകയായിരുന്നു. രക്ഷപ്പെടുത്താൻ വേറെ വഴിയൊന്നുമില്ല. കാശും പണവും സൗകര്യമൊക്കെ ആയ നാട്ടിൽ വരും. അപ്പൊ എല്ലാവരും ഇതൊക്കെ മറന്ന് ഞങ്ങളെ ഓച്ഛാനിച്ച് നിൽക്കും. ഇല്ലെങ്കിൽ ബോംബെ വല്ല ഗുജറാത്തിയുടെയോ മാർവാടിയുടെ കീഴിൽ അടിമപ്പണിയിൽ ഒതുങ്ങിക്കഴിയും. നോ കംപ്ലൈൻസ്. ഞാൻ ചായ കൊണ്ടുവരാം. താനും മിസ്സസ് ആദ്യമായിട്ട് വന്നിട്ട്. വേണ്ട, ടാക്സി കാത്തിരിക്കുന്നു. ഓക്കെ, ഇനി ഒരിക്കലാവാം. അതിനുള്ള ഒരു ദിവസം വരും. ഇവിടെ അല്ലെങ്കിൽ അവിടെ, വരാതെ എവിടെ പോകാൻ? ഈ ലോകത്ത് അനിലും രാജനും ഒക്കെ അങ്ങനെ നിസ്സാരമായി കടന്നു പോകാൻ വന്നവരല്ല. നമ്മൾ ഇനിയും കാണും, ആഘോഷിക്കും. സിന്ധു, ഇവൻ ഒരു എന്താ പറയാ, ഒരു ലവബിൾ റാസ്കലാണ്. പ്രിയപ്പെട്ട തെമ്മാടി. തർജ്ജമ ഓൾ റൈറ്റ്? ഇതെന്റെ ഫ്രണ്ട്, കോളേജ് റൂംമേറ്റ് ആയിരുന്നു, അനിൽകുമാർ. അത് മിസ്സസ് അനിൽകുമാർ. ഇന്നലെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ഇത് അമ്മക്കുട്ടി. സിന്ധു, ഇതാണ് ഞാൻ പറഞ്ഞ ഇവന്റെ വാർത്താ തരങ്ങിനി. അർത്ഥം ശരിയല്ലെങ്കിൽ ക്ഷമിക്കുക, പക്ഷെ വാക്കിനൊരു ഗമയുണ്ട്. ഇല്ല, പോട്ടെ. തിരക്കെന്താണെന്ന് ഇവൻ പിന്നെ പറഞ്ഞുതരും. കാണാതെ തന്നെ ധാരാളം അറിയാം. സദ്യ ചോദിച്ചു വാങ്ങാനുള്ള അധികാരവും തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ വയ്യ. സിന്ധു, ഇവരുടെ കല്യാണത്തിന് നമ്മൾ ഉണ്ടാവില്ല. അത് സങ്കടമായിപ്പോയി. അഡ്വാൻസ് ആയി ഞങ്ങളുടെ ആശംസകൾ. നോക്കൂ, ഭംഗി വാക്കുകളൊന്നും പറയാൻ എനിക്കറിയില്ല. ഈ റാസ്കലിന്റെ പരമഭാഗ്യം എന്നേ ഞാൻ പറയൂ. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. ഇറങ്ങാം. നമ്മൾ 4 പേരും കൂടെ ഒന്ന് ആഘോഷിക്കണം. അതിനൊരു ദിവസം വരും. ലെറ്റ് us wait. ഇവനെ ശരിക്കും ഭരിച്ചോണം. ഓൾ ദ ബെസ്റ്റ്.